ഇന്നിവിടെ കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ ആഭിമുഖ്യത്തിൽ സല്ലാപം എന്ന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നത് ഈ സന്തോഷ മുഹൂർത്തത്തിൽ, ഈ സന്ദർഭത്തിൽ നിങ്ങളോടൊപ്പം പങ്കുചേരുന്നതിന് വേണ്ടിയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ സമൂഹത്തിൽ വൃദ്ധജനങ്ങൾ അല്ലെങ്കിൽ പ്രായമായ അവരുടെ വാർദ്ധക്യ കാല അല്ലെങ്കിൽ പ്രായമായ കാലഘട്ടത്തിലെ ജീവിതം അത് ഏറ്റവും സന്തോഷപൂർണമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു ചടങ്ങ് സുരക്ഷാ മിഷന്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിന് ഏറ്റവും അധികം സംഭാവനകൾ വിവിധ മേഖലകളിൽ വിവിധ കാലഘട്ടങ്ങളിൽ നൽകിയിട്ടുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പല കാരണങ്ങൾ കൊണ്ട് ഇതുപോലെയുള്ള ചുറ്റുപാടിൽ എത്തിച്ചേർന്നിട്ടുള്ള ആളുകളാണ്. പക്ഷേ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടിയാണ് ഗവൺമെന്റ് ഇത്തരത്തിൽ അവരുടെ ക്ഷേമത്തിന്, അവരുടെ സന്തോഷത്തിന്, അവരുടെ ജീവിതം നാല് ചുവരുകൾക്കുള്ളിൽ ഒതുക്കി നിർത്താതെ ഏറ്റവും സന്തോഷപൂർണമായ ജീവിതം അവർക്ക് നൽകുന്നതിലേക്ക് വേണ്ടിയുള്ള പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇനിയും നമ്മുടെ ഇത്തരത്തിൽ ഉള്ള ഒരു സാഹചര്യം ഒരുക്കിക്കൊണ്ട് അവരുടെ ജീവിതത്തെ കൂടുതൽ ഐശ്വര്യപൂർണവും ഒരു സന്തോഷപൂർണവുമാക്കുക അത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അതിലേക്ക് വേണ്ടി ആണ് ഇത്തരത്തിലൊരു ചടങ്ങ് സല്ലാപം എന്ന പേരിൽ വയോജനങ്ങളുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയുള്ള ഈ ചടങ്ങ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. വളരെ ഭംഗിയായി ഈ ചടങ്ങ് സംഘടിപ്പിച്ച എന്റെ ഭാരവാഹികളെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. വളരെ സന്തോഷകരമായ കാര്യം. നമുക്കറിയാം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നൊക്കെ പറയുന്നത് ജീവിതത്തിന്റെ ഓരോ അവസ്ഥകളാണ്. എല്ലാ മനുഷ്യരും കടന്നു പോകേണ്ട അവസ്ഥകളാണ്. ആ അവസ്ഥകളിൽ ഓരോ ഘട്ടങ്ങളിലും ഓരോ ആളുകളുടെ സഹായം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ആ ഓരോ ഘട്ടങ്ങൾ നമ്മൾ തിരിച്ചും ആ രീതിയിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ സഹായം ഉണ്ടാകേണ്ട ഒരു സന്ദർഭം വാർദ്ധക്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റും അത്തരം കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമെടുക്കുന്നത്. വാർദ്ധക്യം ഏറ്റവും നല്ല രീതിയിൽ ആസ്വദിക്കാൻ കഴിയുക, ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിന് കുടുംബങ്ങളിൽ ലഭിക്കുന്ന പിന്തുണയോടൊപ്പം ഗവൺമെന്റിന്റെ ഒരു പിന്തുണയും ഒരു സപ്പോർട്ടും ഉണ്ടാവുന്നത് ഏറ്റവും നന്നായിരിക്കും. അത്തരത്തിലുള്ള ഒരു സാഹചര്യം ക്രമീകരിക്കുകയാണ് സാമൂഹ്യ സുരക്ഷാ മിഷൻ അവരുടെ നിരന്തരമായ ഇത്തരം പ്രവർത്തനങ്ങളുടെ. ഇവിടെ സല്ലാപം ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെ ഒട്ടനവധി കാര്യങ്ങൾ സാമൂഹ്യ സുരക്ഷാ മിഷൻ നടത്തുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. ധാരാളം അനുഭവ സമ്പത്തുള്ളവരാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ മുതിർന്നവർ. അവര് സമൂഹത്തിന്റെ വിഭവമാണ്. പലപ്പോഴും നമ്മൾ അവരെ വൃദ്ധസദനങ്ങളിൽ പുനരധിവസിപ്പിക്കേണ്ടവരാണ് എന്നൊരു മിഥ്യാധാരണയിലാണുള്ളത്. ആ ഒരു ചിന്തയ്ക്ക് മാറ്റം വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ 11% വരുന്നവർ മുതിർന്നവരാണ്. ഇന്ത്യയിൽ 10% മുകളിൽ മുതിർന്നവരുള്ള ഏക സംസ്ഥാനം കേരളമാണ്. അത് 2020 ആകുമ്പോഴേക്കും 20% കണക്ക് പറയുന്നത്. അതിലേറിയ പങ്കും 62% അമ്മമാരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ വിഭവമായി, മനുഷ്യവിഭവമായി അവരെ എങ്ങനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെന്നാണ് ഇപ്പൊ സാമൂഹ്യ സുരക്ഷാ മിഷൻ അല്ലെങ്കിൽ സാമൂഹ്യ ക്ഷേമ വകുപ്പ് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഒരു അനുഭവമാണ്. നമ്മുടെ സമൂഹത്തിൽ നിന്നും ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മുത്തശ്ശി കഥകളാണ്. നമുക്ക് അവരെ കേൾക്കാൻ സമയമില്ല. അവർ പറയുന്നതിനെ ഈർഷ്യത്തോടു കൂടി കാണുകയും ക്ഷമയില്ലാതെ അവരോട് സംസാരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇവർ ക്ഷമാപൂർവം നമ്മുടെ കുഞ്ഞുനാളിൽ നമ്മൾ വളർത്തി ഈ ഒരവസ്ഥയിൽ എത്തിച്ചു എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. എന്ന് മാത്രമല്ല, നാളെ മറ്റൊരു തലമുറ
നമ്മളോടും ഇതേപോലെ ഈർഷ്യത്തോട് പെരുമാറാൻ തുടങ്ങിയാൽ ഉണ്ടാകുന്ന നമ്മുടെ മാനസികാവസ്ഥ എന്താണ് എന്നുള്ളതിനെ കുറിച്ചും കൂടി ഓർക്കുമ്പോൾ മാത്രമാണ് ഒരു കുടുംബം പോലെ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ ഉള്ള ഒരു ബോധമുണ്ടാവുക. അതിന് സഹായിക്കുന്ന രീതിയിലേക്ക് ഈ പരിപാടി മാറും എന്ന വിശ്വാസത്തിൽ ഇവിടെ ഇതിനെ ആശീർവദിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ള എല്ലാ നല്ലവരായ പ്രഗത്ഭരായ എല്ലാ വ്യക്തികളെയും എൻ്റെ കൃതജ്ഞത വ്യക്തിപരമായും സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ പേരിലും നേർന്നുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്ക് എന്താണ് മനസ്സമാധാനക്കുറപ്പ്? ഒരു വീട്ടിൽ എയർ കണ്ടീഷന്റെ മുറിയിൽ വലിയ സഫർമഞ്ച കട്ടിലിൽ എല്ലാ സൗകര്യങ്ങളും കൂടി ഒരുമിച്ചിരിക്കുന്ന ഒറ്റയ്ക്കിരിക്കുന്ന കാര്യം ആലോചിക്കുക. വീട്ടിലുള്ള കുട്ടികൾ ഉൾപ്പെടെ ബാക്കി എല്ലാവർക്കും ജോലി ഉണ്ടാവുമല്ലോ. ഇത്രയും ആളുകൾ, ഒരു സഹോദരനോ ഒരു സഹോദരിയല്ല, നിറയെ സഹോദരന്മാര് സഹോദരികള് കൂട്ടുകാര് ഒരുമിച്ച് താമസിക്കാനുള്ള ഭാഗ്യം. മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. ഒറ്റയ്ക്കിരിക്കുന്ന വലിയ കഷ്ടമാണ്. ഏത് എയർ കണ്ടീഷൻ റൂമിലാണെങ്കിലും എന്തെല്ലാം സൗകര്യങ്ങളുണ്ടെങ്കിലും ഇത്രയും ആളുകൾ ഒരുമിച്ച് സഹോദരങ്ങളായി കിട്ടുക, അത് കഴിഞ്ഞ ജന്മം ചെയ്ത പുണ്യത്തിന്റെ ഫലമല്ലേ? ആ പുണ്യത്തിന് മുമ്പിൽ ഈശ്വരനോടും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് സന്തോഷമായിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ദുഃഖവും ഉണ്ടാവില്ല. ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വരുന്ന വർഷം മാത്രമല്ല, എന്നും നിങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എല്ലാവരും എന്നുവരെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയോ അതുവരെ ജീവിക്കാൻ ഈശ്വരൻ അവസരം ഉണ്ടാക്കട്ടെ. നിങ്ങൾക്ക് എല്ലാ നന്മകളും എന്നേക്കും സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി.